Anshi Chandra here, and welcome to the inaugural episode of my 2024 brand new series. എന്താ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നല്ലേ? ചുമ്മാ ഒന്നുമില്ല, ഷോപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ കൈ നിറച്ച് വാങ്ങിയിട്ടുള്ള ഷോപ്പിംഗ് അല്ല, ഇങ്ങനെയും ചുമ്മാ നടന്നുകൊണ്ട് നമുക്ക് കാണാനും എടുക്കണം തോന്നും, പക്ഷേ എടുക്കില്ല. കാരണം ഒന്നാമത് ചിലപ്പം റേറ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള സൈസ് കിട്ടായിട്ടായിരിക്കും. അപ്പോൾ ഈ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് പോകുന്നതിനാണ് നമ്മളെ രീതിയിലും ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് സെഫോറയിലാണ്. കുറേയായി ഞാനൊരു ഫൗണ്ടേഷന് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുന്നത്, നല്ലത് കിട്ടിയാൽ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റ് ഇതേപോലെ തന്നെ ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് നടന്നിട്ട് നെസ്റ്റോന്ന് കിട്ടിയതാണ്. 70 ദിർഹംസ് എന്ന് എഴുതിയിട്ടുള്ളത്. അതെനിക്ക് 35 or 40 ദിർഹത്തിന് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം കുറേ പേര് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഔട്ട്ഫിറ്റ് എവിടുന്നാണ് വാങ്ങിയെന്ന്. ഡ്രസ്സ് പൊതുവേ നമുക്കൊരു വീക്ക്നെസ്സാണ്. അടുത്ത് നമ്മൾ കയറിയത് മാർക്സ് ആൻഡ് സ്പെൻസറിലാണ്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്, പക്ഷേ വിൻ്റർ സീസൺ ആയതുകൊണ്ട് വിൻ്ററിൻ്റെ കളക്ഷൻസ് ആയിരുന്നു, സ്വെറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു ചമ്മി പോകുന്ന സീന് കാണാം. ചെറുതാ, കണ്ടറിയൂല്ലേ ചെറുതാന്ന്. ഒറ്റ സൈസ് തന്നെ ഉള്ളു വേണമെങ്കിൽ, അതും ചെറുതാ, സെയിം സൈസാ അത്. നല്ല സ്വെറ്റർ. ചില ഡ്രസ്സുകൾ അല്ലെങ്കിൽ ചില സ്വെറ്റേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചേരുന്നുണ്ടോ എന്നത് ചോദിക്കാൻ തന്നെ ഒരു ഹരാണ്. വെറുതെ ഇതൊക്കെയല്ലേ നമ്മളെ സന്തോഷം. അത് ബേബിയാ, ബേബി. ഓ, സെയിലുണ്ടോ? സെയിലിന് മാത്രമേ നമ്മൾ പോകും, ബാക്കിയൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇതെല്ലാം സാധാരണ അങ്ങത്താനെ ഇവര് സെയിൽ ഇടുള്ളൂ, ബാക്കിയൊന്നും കുട്ടികളുടെ ആ സൈഡിലൊന്നും ഇല്ല. എല്ലാം 89+. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 89 ആയാലും വാങ്ങും. നമ്മൾ അത്ര കൺഫ്യൂഷനൊന്നും അല്ല. അല്ലല്ലോ ബാബി? അല്ലല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, ആവശ്യത്തിലേറെ ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത കയറുന്നത് മൈക്കൽ കോർസിൻ്റെ ബാഗ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബാഗിനോട് പണ്ടെന്ന് വെച്ചാൽ ഒരു 10 കൊല്ലം മുന്നേ ഒക്കെ ഇതെന്താ ബ്രാൻഡ് എന്ന് തന്നെ അറിയാത്ത സമയത്താണ് എൻ്റെ ദീദി, അമ്മേൻ്റെ അനിയത്തി ഇതൊക്കെ ഇട്ടിട്ട് നാട്ടിലേക്കൊരു വരുത്തുണ്ട്. അപ്പം ഞാൻ അടിച്ചു മാറ്റാൻ ഏറെ ശ്രമിച്ചിരിക്കുന്ന കുറച്ച് ബാഗുകളുടെ കളക്ഷൻസ് ആയിരുന്നു. മൈക്കൽ കോർസും പിന്നെ ആൽഡോ, കാൽവിൻ ക്ലീൻ, അങ്ങനെ കുറച്ച് ബാഗ്സിൻ്റെ കുറച്ച് ബ്രാൻഡ് നെയിംസിന് മാത്രം അന്നേരം പരിചയപ്പെട്ടത് ഇതുവഴിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നാൾ ഞാൻ ഇത് കരസ്ഥമാക്കുമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഇത് അതേപോലെ തന്നെ വെച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. ആ തിരിച്ചിറങ്ങുന്നതിന് മുന്നേ ഉള്ള അത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ പോസ് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ, എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവും. വാങ്ങി തരുമോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ അത് അന്നേരം നോക്കാമല്ലേ. അപ്പോൾ അടുത്ത് നമ്മൾ സാറയിലാണ് കയറിയിരിക്കുന്നത്. സാറ അറിഞ്ഞൂടെ, എല്ലാവരും ഓരോരോ പോസിൽ മറ്റേ ബാത്റൂം പോകുന്ന പോലെയും അങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും ചെരിഞ്ഞിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന സാറയിലാണ് നമ്മളിപ്പോൾ കയറിയത്. അങ്ങനെ ഞാൻ വീണ്ടും ചമ്മിയിരിക്കുകയാണ് പൊന്നൂൻ്റെ മുന്നിൽ. കുട്ടികളുടെ അല്ലെങ്കിൽ ചെറിയ സൈസ് മാത്രമേ എൻ്റെ കണ്ണിൽ പെടുന്നുള്ളൂ, അതോ എൻ്റെ സൈസ് എവിടെയും കാണാത്തതാണോ എന്താണെന്ന് എനിക്ക് തിരിയുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും പരതാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. പിള്ളേർക്ക് ഫൗണ്ടേഷൻ ഡേക്ക് കൊടുക്കുന്ന മാല പോലെ ഉണ്ട്, അല്ല കമ്മല പോലെ. ആരെയൊക്കെ ഇടാമോ? Who's gonna wear these kind of kamal?
പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാം ഇയറിങ്സ് പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇയറിങ്സിൻ്റെ അടുത്ത് എത്തിയൊരു ആ ലേഡി നമ്മളോട് പറയുന്നുണ്ട് എന്തോ ഡിസ്കൗണ്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും എടുക്കുമായിരുന്നു. അങ്ങനെ മോൾ ഓഫ് ദഹ്റാൻ സൗദി അറേബ്യയിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എന്നെ നടത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടിരിക്കാൻ തോന്നുന്നു എൻ്റെ പെങ്ങൾ. അപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് നമ്മൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. ദേ വീണ്ടും ഇയറിങ്സിൻ്റെ അടുത്തേക്ക് അവൾ ചെന്നിട്ടുള്ളത്. ആക്സസറീൻ്റെ ഒരു സെക്ഷൻ ഒരു കൂടാരത്തിലാണുള്ളത്. അത് ആൽഡോ ഷോപ്പാണ്. അങ്ങനെ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ഓഫർ എന്തോ ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് എന്താണെന്ന് ഓർമ്മയില്ല. അപ്പോൾ അവൾക്ക് ഏതെല്ലോ 2-3 ഇഷ്ടമായിട്ടുണ്ട്. ആസ് യൂഷ്വൽ നോക്കി അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ മൈക്കിൽ പോയിട്ട് ജിൻഷ കം ടു ദ കൗണ്ടർ പ്ലീസ്. എന്താ 0% ആഡഡ് ഷുഗർ. താഴെ നോക്കൂ. എന്താ ഓൺലി 695. ഇതിനെ വേണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഏതെങ്കിലും ഒന്ന് എടുക്കുമോ കയ്യിൽ? I have many collection. ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ട് ബെൽജിയം ചോക്ലേറ്റ് ചോദിക്കാൻ പാടില്ല, ഞാൻ തരൂല. തിന്ന് മരിക്കും. നോക്കിയിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ടതായിട്ടോടെ എനിക്ക് ഇൻഗ്രീഡിയൻറ്റ് നോക്കേണ്ട ആവശ്യം ആണോ? നീ കഴിക്ക്. വേണോ? പക്ഷെ തരൂല. വലിയ രസമില്ല. എന്താ എന്നാലും അന്ന് തന്നെ മധുരമില്ലാത്തോണ്ടാണ്. അങ്ങനെ നമ്മൾ ഓരോ ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നല്ല അടിപൊളി സ്വീറ്റ്സ് ഇതുപോലെ ഇങ്ങനെ ചില്ല് കൊട്ടാരത്തിൽ പൂട്ടി വെച്ചിട്ടുണ്ടാകും. നമ്മളതൊന്നും മൈൻഡാക്കാണ്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പോകും. പിന്നെ എവിടെ മിറർ കണ്ടാലും അവിടെ നിന്നൊരു വീഡിയോ നമ്മൾ മസ്റ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത ഷോപ്പിൽ കയറി ഇങ്ങനെ ഓരോ ഡ്രസ്സും വെച്ച് നോക്കി കാണുമ്പോൾ എന്തോ ഒരു മനസ്സിൽ വേറെ തന്നെ ഒരു സുഖമാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ഷോപ്പിംഗ് ബ്ലോഗ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലൈക്ക് നോക്കും, ഇഷ്ടപ്പെട്ടാൽ അത്രയും ഇഷ്ടപ്പെട്ടാലും മാത്രം എടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഷോപ്പിലും കയറി ഓരോ ഡ്രസ്സ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇത് നമ്മൾ താഴോട്ടേക്ക് വരുമ്പോൾ ആ സെൻറ്റർ പോയിൻ്റ് ഒരു ഡിസൈൻ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ടൊരു വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നത് ഈ ഷവർ ജെൽ, സോപ്സ്, നമ്മുടെ ബാത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൊരു പ്ലേസിലേക്കായിരുന്നു പോയത്. അടിപൊളി സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കണ്ണിന് കാണാൻ തന്നെ ഭയങ്കര കുളിർമ തരുന്നുണ്ടായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു. പിന്നെ പ്രത്യേകിച്ചിട്ട് ഓരോന്നും ഓരോ ഷേപ്പിലായിരിക്കും. ലൈക്ക് ഇതുപോലെ ലെമൺ ക്രംബിൾസ്, അങ്ങനെ ഓരോന്നും ഓരോ ഷേപ്പിലും ഓരോ അതിൻ്റെ പ്രത്യേകതരം മണവും നമുക്ക് വേറിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് തന്നെയായിരുന്നു. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവർ പറയുന്നത് ജെൻറ്റൽ എക്സ്ഫോളിയേഷൻസ് സ്കിന്നിന് ഡെഡ് സ്കെൽസ് പോക്കും, അതുപോലെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും സെൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതുപോലെ തന്നെ അത് ഇങ്ങനെ ചെറിയ കുഞ്ഞു ബോക്സിലാക്കിയിട്ട് നമുക്ക് തരും.
അപ്പോൾ നിങ്ങൾ എന്നെ ആലോചിക്കുന്നുണ്ടോ ഇത്ര നേരം ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഒന്നും കഴിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ, സാധാരണ നല്ലോണം കഴിക്കുന്ന ആൾക്കാരാണല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ എല്ലാ തരം നമുക്ക് ട്രൈ ചെയ്യണമെന്നൊക്കെ തോന്നും, പക്ഷേങ്കിൽ നമ്മൾ ആകെ കുഞ്ഞു വയറല്ലേ ഉള്ളൂ, ഒരു നേരം ഒരു സാധനമല്ലേ കഴിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഞാൻ സൗദി പോയി കഴിഞ്ഞാൽ അധികവും കഴിക്കുന്ന എൻ്റെ ഒരു ഫേവറേറ്റാണ് കുഡു. അപ്പോൾ അവിടുന്ന് കുഡു ഒരു സാൻഡ്വിച്ച് വാങ്ങി. ഫില്ലി ചിക്കനാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുഡു ഞാൻ ഇതിൻ്റെ മുന്നേ 2 പ്രാവശ്യം, ഇത് 3rd ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗെയിമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ശരിക്കും അതിൽ ഏതെങ്കിലും ഒന്ന് കയറാമെന്നെല്ലാം വിചാരിച്ചിരിക്കുന്നതാണ്. പക്ഷേങ്കിൽ അവിടെ ഒരു കാർഡ് എടുക്കണം. ആ കാർഡ് തന്നെ 200-250 സംതിങ് ആയിട്ട് കൊടുക്കണം. പക്ഷേ നമുക്ക് 1-2 ഇരുന്ന് കയറാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ 250 കൊടുത്ത് പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ടേക്ക് സൗദിയിൽ പോവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അത് എക്സ്പയർ ആയി പോവുമോ, അങ്ങനെ അതുകൊണ്ട് നമ്മളിങ്ങനെ കയറിയിട്ടില്ല. അപ്പം എല്ലാം ഇങ്ങനെ ചുറ്റിലും നോക്കി നടന്നു. അതിൻ്റെ കുട്ടികളാകുമ്പോൾ ഉള്ള ആ ഒരു ഇത്, പിന്നെ ഇതേപോലെ തന്നെ കുഞ്ഞി ഡോൾസിനൊക്കെ കണ്ട് പൊന്നു ഇങ്ങനെ പറയുന്നുണ്ടായി, ഹായ് നല്ല രസമുണ്ട്, എനിക്കും ഉണ്ടായിരുന്നു പണ്ട് കുറേ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ഇത് എന്താണ് ഈ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ കയറിയിരുന്നു. അണ്ടർ കൺസ്ട്രക്ഷനാ അങ്ങ് സംഭവം ഉണ്ട്, അത് ഓണം അവിടെ. അങ്ങനെ അതുവരെ സ്വീറ്റ്സ് കൺട്രോൾ ചെയ്ത നമ്മൾ ഈ വേഫിൾസ് കണ്ടപ്പോൾ ഒട്ടും ക്ഷമ നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു വേഫിൾ വിത്ത് സോസ്, റാസ്ബെറി, ബ്ലാക്ക്ബെറി ഒക്കെ കൂടിയിട്ടുള്ള ഒരു വേഫിൾ നമ്മൾ ഓർഡർ ചെയ്തു. വീഡിയോന് വേണ്ടി പറയുന്നതല്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു സ്മൂത്ത് ആൻഡ് ആ ഒരു ടെക്സ്ചറും ഒരു എന്താ പറയുക, കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീലും അത് ഭയങ്കര തന്നെ ഒരു ഇമോഷനായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിയതല്ലേ, ക്രീപ്പ് എഫെയർ ലണ്ടൻ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ പൂഴിന്ന് ഇങ്ങനെ കളിക്കുന്നു. പണ്ടത്തെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത സ്വീറ്റ്സും കണ്ടു, ഐസ്ക്രീംസ് കണ്ടു. പക്ഷേ നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ഓടി ഒളിച്ചു എന്ന് പറയാം. പക്ഷേങ്കിൽ പിന്നെ അടുത്ത് ചെന്നെത്തിയത് പൊന്നു പറഞ്ഞു ഇത് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട്, ഇതിൻ്റെ പേര് എൻ്റെ കൂടി മറന്നുപോയി, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് കഴിച്ചു നോക്കിയതാണ്. കാണാനും അത് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ പീനട്ട് ബട്ടർ ഇട്ടവര്, അപ്പൊ അതിന്റെ ടേസ്റ്റ് അങ്ങ് പോകും. ഇതൊക്കെ കഴിച്ച് നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് കറക്റ്റ് ടൈമിന് പപ്പയും അമ്മയും നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ ഷോപ്പിംഗ് വ്ളോഗ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.